ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആറ്റുകാൽ പൊങ്കാല, വീട്ടിലാണ് ആറ്റുകാൽ പൊങ്കാല ഇട്ടത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. പിന്നെ പൊങ്കാലയുടെ തലേദിവസം മക്കളൊക്കെ രാത്രി 10 മണിക്ക് ശേഷം അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്നപ്പം 1:30 അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ കിടന്നത്. അപ്പോൾ വെളുപ്പിനെ എണീക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതൊക്കെ മാറി 6:30 6:45 അപ്പോൾ എണീറ്റ് കഴിഞ്ഞ ശേഷമാണ് ചോറ് കറിയൊക്കെ വെച്ചത്. അപ്പോൾ രാവിലെ തന്നെ ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചോറും സാമ്പാറും അവിയലും പാവയ്ക്ക ഫ്രൈ ആണ് ചെയ്തത്. അതിനുശേഷം ദോശ ചുട്ടു. ദോശയും സാമ്പാറും ദോശയും എല്ലാവർക്കും ചുട്ടു കൊടുത്തു. ഞാൻ കഴിച്ചില്ല. പൊങ്കാല ഇട്ട് കഴിഞ്ഞ ശേഷം കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ പൂച്ചയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ കുളിക്കാൻ പോയി. കുളിച്ചിട്ട് വന്ന ശേഷം പൊങ്കാല ഇടാനുള്ള കലമൊക്കെ ഒരുക്കി, ഭസ്മവും കുങ്കുമൊക്കെ ഇട്ടു, പൂക്കളൊക്കെ വെച്ചൊരുക്കിയായിരുന്നു. പിന്നെ ടി വിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു ലൈവ്. പൊങ്കാല അമ്പലത്തിലെ പൊങ്കാല അടുപ്പ് കത്തിക്കുന്ന സമയം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊങ്കാല ഇടാനുള്ള അരിയൊക്കെ കഴുകി റെഡിയാക്കി വെച്ചു. പിന്നെ ശർക്കര, നെയ്യ്, കിസ്മിസും കാഷ്യൂനട്ടൊക്കെ റെഡിയാക്കി വെച്ച്, ഏലക്കയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പായസം മാത്രമാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ സമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് അടുപ്പ് കത്തിച്ച് പ്രാർത്ഥനയോടെ പൊങ്കാല ഇടണം. പൊങ്കാല വീട്ടിലിടാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, എനിക്ക് പീരിയഡ്സായിട്ട് പൊങ്കാലയുടെ അന്ന് വന്ന് 8ാമത്തെ ദിവസമാണ്. അപ്പോൾ എനിക്ക് 5 കഴിയുമ്പോഴത്തേക്കെല്ലാം ഓക്കെ ആവും. എന്നാലും നമ്മൾ പണ്ട് തൊട്ടുള്ളൊരു ശീലമുണ്ടല്ലോ, ശീലിച്ചത്. അപ്പോൾ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് 7 ദിവസം പൂർത്തിയായി കഴിഞ്ഞ ശേഷമേ ഞാൻ പൂജ റൂമിൽ വരയ്ക്കും കയറത്തുള്ളൂ. അപ്പോൾ ഇതറിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ഡൗട്ട് തോന്നി ചോദിച്ചപ്പോഴത്തേക്കും പല റിലേറ്റീവ്സും പറഞ്ഞത്, കുഴപ്പമില്ല, 5 ദിവസം കഴിഞ്ഞല്ലോ, പൊങ്കാല വരുന്നത് നിനക്ക് 8ാമത്തെ ദിവസമാണല്ലോ, കുഴപ്പമില്ല, ദേവി തന്നെയാണല്ലോ എന്നൊക്കെ. പക്ഷേ എന്നാലും എനിക്ക് മനസ്സിനൊരു തൃപ്തിയില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മൾ 13 വയസ്സ് തൊട്ടേ ശീലിച്ചത്, ഇപ്പോൾ ഇതാ 44 വയസ്സായി. അപ്പോൾ അത്രയും വർഷം ശീലിച്ചത് മാറ്റാനൊക്കെ ഒരിത്. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ശരി ഇടാം, അവിടെ പോയി ഇടണ്ട, വീട്ടിൽ തന്നെ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് വീട്ടിലിടാനുള്ള തീരുമാനമാക്കിയത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ തൃപ്തി കിട്ടി വീട്ടിൽ ഇട്ടപ്പോഴത്തേക്കും. കുറച്ചുകൂടെ ഒരു ഹാപ്പി ഫീൽ കിട്ടി. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ തന്നെ എല്ലാം ചെയ്യുകയല്ലേ. അതായത് നമ്മൾ തന്നെ എല്ലാം ചെയ്യുന്നത് വെച്ചാൽ നിവേദിക്കുന്നതും എല്ലാം നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ഒരു സന്തോഷം കിട്ടി, മനസ്സിനൊരു തൃപ്തി കിട്ടി. പോയി ഇടുന്നതെന്ന് വേറൊരു സന്തോഷമാണ്. രണ്ടും വേറെ വേറെ ഒരു ഫീലാണ്. വീട്ടിലിട്ടപ്പം കുറച്ചുകൂടെ എനിക്ക് നല്ലൊരു തൃപ്തി തോന്നി. പിന്നെ ഈ 5 ദിവസം കഴിഞ്ഞിട്ട്, പിന്നെ ഈ പീരിയഡ്സിൻ്റെ ഇത് കഴിഞ്ഞ ശേഷം 7ാമത്തെ ദിവസം ഇടുന്നത്, 8ാമത്തെ ദിവസം ഇടുന്നത്, ഇതൊക്കെ എൻ്റെ മാത്രം ശീലങ്ങളാണ്. ഞാനിത് പറഞ്ഞത് പലർക്കും ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം പൊങ്കാല ഇവിടെ വീട്ടിൽ തന്നെ ഇട്ടത്. ഇപ്പോൾ നെയ്യും കാഷ്യൂനട്ടും കിസ്മിസും ഏലക്കപ്പൊടിയൊക്കെ ഇട്ട് എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇട്ട് കഴിഞ്ഞ ശേഷം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1:15 ആവാൻ വേണ്ടിയിട്ട്. 1:15 നിവേദിക്കാനുള്ള സമയം. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട്, പിന്നെ അതിന് ശേഷം പൊങ്കാല ഇട്ട ശേഷമാണ് ദോശ കഴിച്ചത്. ഒരു ദോശ കഴിച്ചു. പിന്നെ മോന് ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കുടിച്ചു. പിന്നെ അതിന് ശേഷം വന്ന് ഹസ്ബൻഡ് എന്നെ ഒന്ന് ടെറസിൽ വിളിച്ചിട്ട് പോയി. അതായത് ഇന്ന് എല്ലാവർക്കും ലീവാണല്ലോ, അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട്. അപ്പം ടെറസ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്ന് കാണിച്ചു തന്നു.
തത്തയാണോ വവ്വാലാണോ എന്നറിയത്തില്ല. പുളിഞ്ചിക്കയല്ലേ, ആനപ്പുളിഞ്ചിക്കയാണിത്. എല്ലാം കൊത്തി ഇട്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഇതൊന്ന് ഔട്ട് ഹൗസ്. ഞങ്ങൾ ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങൾ തനിയെ കെട്ടിയതാണ്. അപ്പോൾ അതും കുറച്ചൊന്ന് ഇതായിട്ട് കിടക്കുകയായിരുന്നു. അതായത് മഴയൊക്കെ പെയ്തിട്ട് ഷീറ്റ് പൊളിഞ്ഞ് പോയിട്ട് മരക്കൊമ്പൊക്കെ വീണിട്ട് ഇച്ചിരി ഓട്ടയായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതുവഴി മഴവെള്ളമൊക്കെ വീണിട്ട് കുറച്ചൊന്ന് വൃത്തികേടായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി എടുത്തുനിന്ന് ലീവായതുകൊണ്ട്. നിവേദിക്കാനുള്ള സമയമായപ്പോഴത്തേക്കും ഞാൻ കൊണ്ടുവന്ന് പൂജ റൂമിൽ കൊണ്ടുവന്ന് വെച്ച് ചൂടെല്ലാം കാണിച്ച് എടുത്ത് നിവേദിച്ചു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നിവേദിച്ചെല്ലാം കഴിഞ്ഞ ശേഷം നമ്മളെടുത്തു. പിന്നെ എല്ലാം നന്നായിട്ട് വന്നായിരുന്നു. നല്ല സന്തോഷമുണ്ട് എല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റിയതിൽ. പിന്നെ പൂച്ചയ്ക്ക് കുറച്ച് വെച്ച് കൊടുത്തു, ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുത്തു. അതിനുശേഷം കാക്കയ്ക്കും കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു. അവരും കഴിച്ചു. അപ്പം നല്ല സന്തോഷമായിട്ട് പ്രാവശ്യം പൊങ്കാലയിടാൻ പറ്റി. ആരൊക്കെ വീട്ടിൽ പൊങ്കാല ഇട്ടെന്നും പോയിട്ടെന്നുള്ളതും കമൻറ്റ് ചെയ്യണേ. അപ്പം വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും കൂടെ ഒന്ന് ചെയ്തേക്കണേ.